ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗാനം പാടുന്നവർ റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ, മുഹമ്മദ് ഹാമിസ്, മുഹമ്മദ് ഹാദി. ചൈതന്യമേ, നിത്യ ചൈതന്യമേ, കൈകൾ കൂപ്പുന്നു സമ്പൂർണ്ണ സന്നിധിയിൽ. മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസ്സായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ, നിത്യ ചൈതന്യമേ. ഇനിയൊരു ഹിന്ദി ദേശഭക്തി ഗാനമായാലോ? പാടുന്നവർ മുഹമ്മദ് ഹാമിസ്, റസിൽ അബ്ദുൽ കാസിം, മുഹമ്മദ് ഹാദി, മുഹമ്മദ് റസാൻ, ഐറിൻ ഫാത്തിമ ഖാത്തൂൻ, റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്. പാദസ പാദസ മാപദ മാപദ ഗമപ ഗമപ ദപ മഗരി സാരി ഗദപ മഗരി പാദനി ഗരി സാ. आवों करे मिल आरती, जय भारती जय भारती. आवों करे मिल आरती, जय भारती जय भारती. पापा पद प मगनी नि नि गरि सा, पापा पद प मगनी नि नि गरि सा, गरि सा नि रि सा, सा नि द प नि द प मग प म मगरि निरि. संहारिग आज्ञान की, संहारिग आज्ञान की, भवदर्प की अभिमान की, भवदर्प की अभिमान की, प्रतिमूर्ति विनय महान की, सज्ञान की विज्ञान की, सज्ञान की विज्ञान की है वेद तेरे सारथी. जय भारती जय भारती. आवों करे मिल आरती, जय भारती जय भारती. पापा पद प मगनी नि नि गरि सा, पापा पद प मगनी नि नि गरि सा, गरि सा नि रि सा, सा नि द प नि द प मग प म मगरि नि रि. तू वेद है निर्वेद है, तू वेद है निर्वेद है, तू है अनादि अभेद है, तू है अनादि अभेद है, तू है आनंद असर अमर, तू सर्वव्याप्त अछेद है, तू सर्वव्याप्त अछेद है. हर्षुदी यही उच्चारति, जय भारती जय भारती. आवों करे मिल आरती, जय भारती जय भारती. आवों करे मिल आरती, जय भारती जय भारती. जय भारती जय भारती जय भारती जय भारती. തുടർന്ന് ഒരു പ്രസംഗമായാലോ? സാങ്കേതിക വിദ്യയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഹലാമറിയാം. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്.
സാങ്കേതിക വിദ്യ മനുഷ്യനെ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യ എന്നാൽ മനുഷ്യന്റെ അറിവും ശ്രമവും ഉപയോഗിച്ച് ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമമാണ്. ഇത് ഇന്നത്തെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ബാധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, വിദ്യാലയങ്ങളിലെ പഠന സാമഗ്രികൾ എല്ലാം സാങ്കേതിക വിദ്യയുടെ ഉദാഹരണങ്ങളാണ്. സാങ്കേതിക വിദ്യ മനുഷ്യർക്കു നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. സമയം കളയാതെ എന്തും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്നതാണ് അതിൻ്റെ പ്രധാന സവിശേഷത. ഈ ഉന്നത പഠനവുമായുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾ നമ്മുടെ അറിവിന്റെ പരിധികളെ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധം ലോകത്തെ ഒരു കുടുംബമാക്കിയിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ മറ്റൊരു കോണിലുള്ളവരുമായി സംസാരിക്കാനും കാണാനും കഴിയും. സാങ്കേതിക വിദ്യ അനുഗ്രഹമോ ശാപമോ എന്നത് അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ ആശ്രയിക്കുന്നു. മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇതൊരു സഹായിയായി നിലകൊള്ളുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലാകൂ. അതിനാൽ സാങ്കേതിക വിദ്യയെ ഉചിതമായ രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ അനാവശ്യമായ പ്രയോഗം ഒഴിവാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സാങ്കേതിക വിദ്യ മനുഷ്യൻ സൃഷ്ടിച്ചത് ഭാവി മെച്ചപ്പെടുത്താനാണ്. അത് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സൃഷ്ടിയുടെ മഹത്വത്തെ അപമാനിക്കലാണ്. ഇനി മുഹമ്മദ് ഹാദിയുടെ ലളിതഗാനം കേട്ടാലോ? കലയുടെ കാഞ്ചനമണിക്കച്ച കിളുങ്ങുന്ന മരതക നാടേ മലനാടേ, നിസർഗ സംഗീത നിർജരിയാലെ നിർബലമാകുന്ന കേരള നാടേ, കേരള നാടേ. കാലയുടെ കാഞ്ചനമണിക്കച്ച കിളുങ്ങുന്ന മരതക നാടേ മലനാടേ. തുള്ളൽ കഥകളി കഥകളി പദങ്ങളിൽ കൃഷ്ണനാട്ട കുടിയാട്ടങ്ങളിൽ. തുള്ളൽ കഥകളി കഥകളി പദങ്ങളിൽ കൃഷ്ണനാട്ട കുടിയാട്ടങ്ങളിൽ. കലയുടെ കമനീയ ഗോപുരം പണിയുന്ന വിശ്വകലാശില്പി കൈരളി. കലയുടെ കാഞ്ചനമണിക്കച്ച കിളുങ്ങുന്ന മരതക നാടേ മലനാടേ. കാളിദാസന്റെ കവിഭാവനയിൽ ത്യാഗരാജന്റെ സ്വരതന്ത്രിയിൽ. കാളിദാസന്റെ കവിഭാവനയിൽ ത്യാഗരാജന്റെ സ്വരതന്ത്രിയിൽ. ഇതിഹാസങ്ങളായി നാദബ്രഹ്മമായി സർഗപ്രദീപയായി സംഗീതമായി. കലയുടെ കാഞ്ചനമണിക്കച്ച കിളുങ്ങുന്ന മരതക നാടേ മലനാടേ. അടുത്തത് റിൻഹ പാടുന്ന മാപ്പിളപ്പാട്ട്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഉഹുദ് യുദ്ധ ചരിത്രത്തിൽ നിന്നും ഏതാനും വരികൾ. ഇശൽ വൊണ്ടൻ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ, മൂലമാലെ പടാത്തൊലിയാലെ കഥാകാലറാവി മിലൈ മേതിലേ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ, മൂലമാലെ പടാത്തൊലിയാലെ കഥകാലറാവി മിലൈ മേതിലേ. ഒത്ത് നിപ്പവർ ഒഷിത്തിറക്കമേ തരുത്ത് ഹാലിത് ജഗത്തിനാൽ. ഉള്ളു തെള്ളി മല കൊള്ള വിട്ട് പരിനുള്ളി കേറി കൊടി കൂടവേ. തത്തിക്കളിയ മുയത്തലായി കിരി മൊത്തം ചെരന്തുടന്തിട്ടതായി തപ്പിട കൂവടിൽ നിപ്പതാൻ സൊഹബർ അപ്പർ പടയേറ്റ് കാഫിരിൽ
പത്തിൽ തഴയാതൊത്തു തോളർകളും അബ്ദുള്ള തല ബമ്പരും പറ്റിയ കൂഫിറുകൾ ബെട്ടിനലെ ബിലുന്തിട്ടുക്കുലം ഷഹീദാകവേ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ. മൂലമാലെ പടാത്തൊലിയാലെ കഥ കാലറാവി മീലൈ മേതിലേ. ഏറ്റലാൽ തികുരി പോറ്റലാറാടൽ ഏറ്റപിനറിവൊഷിത്ത് പിൻ ഈ എടുത്തിടും മുതലിടുത്തടുത്തടൽ കൊടുത്ത് ബർഫുജത്തിനാൽ അറ്റൽ തൊളറാണി ഫാറ്റലായി ഇളകി തോറ്റുപായും അത് വാക്കിയായി അണ്ടത്തുക്കുതലിലുണ്ട് ഹഫീലവർ ബിണ്ട് സരമത് കേൾവിരേ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ. മൂലമാലെ പടാത്തൊലിയാലെ കഥ കാലറാവി മീലൈ മേതിലേ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ. മൂലമാലെ പടാത്തൊലിയാലെ കഥ കാലറാവി മീലൈ മേതിലേ. ഊറ്റമാന നബി ചാറ്റുമേഖലിന് മാറ്റം മാരൊരുവർ ചെയ്കിലും ഒത്തതിൻ്റെലറുറത്ത് ചേർത്തും അതിൽ മത്ത് പേർകളെയുമാമതായി. മേറ്റിരു പൊരുളിൽ തോറ്റി ബന്ദെ ഹൗലുവത്ത കൂഫിത്തിനത്തൻ മുതൽ മിൻകും ഹാസളവ് കാലമില്ലിറെ ഇറങ്ങി അറിവിത്തെ പോൽ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ. മൂലമാലെ പടാത്തൊലിയാലെ കഥ കാലറാവി മീലൈ മേതിലേ. മുത്ത് മുസ്തഫ നിറുത്തിയത്തിരിയിൽ ബെത്തുരത്ത് അരുൾ തട്ടിയേ. മൂലമാലെ പടാത്തൊലിയാലെ കഥ കാലറാവി മീലൈ മേതിലേ. തുടർന്ന് ആധുനിക കവിത്രങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം നൽകുന്ന പരിപാടിയാണ്. പങ്കെടുക്കുന്നവർ റിൻഹ വീട്ടി, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാമിസ്, ഐറിൻ ഫാത്തിമ ഖാത്തൂൻ. മലയാള കവിതയെ നവോത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് നയിച്ച 3 മഹാകവികളായ കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഇവരെയാണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആ ഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ഒരു വീണപൂവിലൂടെ മനുഷ്യജീവിതത്തിന്റെ അർത്ഥം കാണിച്ചു തന്ന കവിയാണ് കുമാരനാശാൻ. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ കവിയായിരുന്നു. ജാതി വ്യവസ്ഥയും അസമത്വവും വിമർശിച്ച അദ്ദേഹത്തിന്റെ കവിതകൾ മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ ദേശസ്നേഹത്തിന്റെ കവിയായിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളിലേക്കു ഉണർവിന്റെ സന്ദേശം പകർന്നു നൽകിയ കവിതകൾ അദ്ദേഹം രചിച്ചു. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണ്യയെ, വന്ദിപ്പിൻ വരദയെ. ഈ വരികൾ മാത്രം മതി അദ്ദേഹത്തിന്റെ ദേശസ്നേഹത്തെ ഉയർത്തിക്കാട്ടാൻ. കേരളത്തിന്റെ കലാസംസ്കാര സംരക്ഷണത്തിനായി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാരമ്പര്യവും സംസ്കാരവും സംരക്ഷിച്ചുകൊണ്ട് ശൈലിപരമായ ഭംഗിയുള്ള കവിതകൾ രചിച്ചു. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതെന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. സ്നേഹത്തെക്കുറിച്ച് ഇതിലും മനോഹരമായി മലയാളത്തിൽ ഒരു രചനയുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ കൃതികൾ സാഹിത്യ ഗൗരവവും പണ്ഡിതത്വവും പ്രകടമാക്കുന്നു. ഇങ്ങനെ ഈ 3 മഹാകവികൾ മലയാള സാഹിത്യത്തിന് പുതിയ ദിശയും നവോത്ഥാന ചിന്തയും നൽകി. അവരുടെ സംഭാവനകളാൽ മലയാള കവിത സമ്പന്നമായി.
ആധുനിക കവിത്രയം മലയാള സാഹിത്യത്തിന്റെ 3 തൂണുകളായി ഇന്നും മലയാളിയുടെ മനസ്സിൽ ഓർക്കപ്പെടുന്നു. ഗാന്ധാരി വീണ്ടും കരയുന്നു എന്ന കവിത അവതരിപ്പിക്കുന്നു ടിഷാസന. യുവകവി ശ്രീ കൊപ്പം വിജയന്റെ ഗാന്ധാരി വീണ്ടും കരയുന്നു. കുരുക്ഷേത്രമുണരുന്നു വീണ്ടും, കബന്ധങ്ങളുറ്റവർക്കായി കിടക്കുന്നു. കൊന്നും ചത്തുമീ അഭിനവ ക്ഷത്രിയർ, കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ഇന്ന് കൊല്ലാതെ കൊല്ലുന്നു ബന്ധങ്ങളെ. ചാകാൻ പിറന്നൊരീ ചേകവക്കൂട്ടങ്ങൾ ചോരയിൽ മുങ്ങി പരസ്പരം വീഴുന്നു. ചാരിതാർത്ഥ്യം കൊണ്ടു നേതാവ് കരയുന്നു. ചാരിത്ര്യമോതുന്ന ഗണികയെപ്പോൽ നാടുവാഴുന്നവർ സിംഹാസനങ്ങളിൽ, താഴെ വീഴുന്ന വൻമണ്ണിനുള്ളിൽ രക്തസാക്ഷിത്വം ധ്വജങ്ങൾക്കു കീഴിലൊരു ചില്ലിട്ട കൂട്ടിൽ പാതവക്കിൽ. കാക്കയും കിളികളും കാഷ്ടിച്ച് പൂജിച്ച്, വേനലും വർഷവും താടിച്ചു നോവിച്ച്, ഗതി തേടിയെപ്പോഴോ പോയൊരാത്മാവിൻ്റെ നോക്കുകുത്തികളെ നീ വീണ്ടും പടുക്കുക. കെട്ടുതാലി പൊട്ടി വീഴുന്ന നേരത്ത് പൊട്ടിക്കരഞ്ഞിടാൻ പോലും കഴിയാത്ത ജീവച്ഛവങ്ങളാം ഭാര്യമാർക്കില്ലാത്ത ഭാഗ്യത്തെ ഓർത്തു നേതാവേ ചിരിക്ക നീ. ആറ്റുനോറ്റുണ്ടായൊരാൺതരി ആരാന്റെ കൈകൊണ്ടു വെട്ടേറ്റു വീഴുന്നതും, വികൃതമായി വിധിയോടെ കീഴടങ്ങുന്നതും കാണേണ്ടി വന്നൊരി ഗാന്ധാരിമാർ. ആരോടു ചൊല്ലേണ്ടു, ആരെ ശപിക്കേണ്ടു, നാഥനില്ലാത്തൊരി യുദ്ധഭൂവിൽ. ഇരുളും വെളിച്ചവും വേർതിരിച്ചറിയാത്ത ധൃതരാഷ്ട്രനേത്രരാം ധീരയോദ്ധാക്കളെ, മൃതരായി കിടക്കുവാൻ എന്തിനായി നിങ്ങളെ ധരണിയിൽ വന്നു പിറന്നതെന്തിങ്ങനെ? പുഷ്പചക്രങ്ങളിൽ മിന്നുന്ന വേരുകൾ മത്സരം കൂട്ടി കുമിഞ്ഞിടുമ്പോൾ, നടുക്കം ഡിഗ്രിയിൽ രേഖപ്പെടുത്തുന്നു ദൂരത്തിരുന്നു സാമാജികന്മാർ. അച്ഛനില്ലാത്ത കിടാങ്ങൾ തൻ രോദനം പീയൂഷമായി നേതാവേ കരുതുക. അർത്ഥം പിരിക്കുക ധീരനായി വാഴ്ത്തി നീ, നാടുകൾ തോറും പാടി നടക്കുക. ഇനിയൊരു ചിത്രീകരണം കേൾക്കാം. പുതിയ തലമുറ. അവതരിപ്പിക്കുന്നവർ കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് ഹാഷിർ മുബാറക്. നമസ്കാരം മാഷേ, എന്നെ മനസ്സിലായോ? ആ നമസ്കാരം. സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ലേ കുട്ടിയെ? ഇത് ഞാനാ മാഷേ, അരവിന്ദൻ. പകുതി വെച്ച് പഠിപ്പ് നിർത്തി വർക്ക്ഷോപ്പിൽ പണിക്ക് പോയ എന്നെ മാഷാണ് തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർത്തിയത്. AR അരവിന്ദൻ അല്ലേ? ചായക്കടക്കാരൻ രാജൻ്റെ മകൻ അല്ലേ? മറന്നിട്ടില്ല. നീ പുറംനാട്ടിലാണെന്നാ കേട്ടിരിക്കണത്. അതെ മാഷേ, ദുബായിലായിരുന്നു. വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇനി എന്തായാലും തിരിച്ചു പോക്കില്ല. നാട്ടിലെന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അരവിന്ദൻ്റെ കുടുംബം? ഭാര്യയും 2 മക്കളും. മൂത്തതാണും ഇളയത് പെണ്ണും. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുണ്ടേ. ആ, നിന്നെ മാനേജ് ചെയ്യാനും ഞങ്ങളും കുറെ കഷ്ടപ്പെട്ടതല്ലേ. എല്ലാ സമരത്തിൻ്റെയും മുൻപന്തിയിൽ നീയായിരുന്നില്ലേ പടനായകൻ? അതൊക്കെ ചോരത്തിളപ്പിൻ്റെ കാലത്ത് സംഭവിച്ചതല്ലേ മാഷേ. അന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ആ ചോരത്തിളപ്പ് നിന്റെ മോനും കാണൂട്ടോ അരവിന്ദ. അതിനിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, കാലം ഒരുപാട് മാറിയില്ലേ? ശരിയാ മാഷേ,
പിള്ളേർക്കിപ്പോൾ അധ്വാനത്തിൻ്റെ വില അറിയില്ല. അവർക്കിപ്പോൾ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ബൈക്ക്, എന്തു പറയാനാ. അതിലൊന്നും വലിയ കാര്യമില്ല അരവിന്ദ. എൻ്റെ പേരക്കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാ. കൂടുതൽ സമയം വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ. ഇവരൊക്കെ ഇനി ശരിയായ ജീവിതം ഇനി എന്നാ പഠിക്കാം മാഷേ? അതിലൊന്നും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അരവിന്ദ. ഇന്നത്തെ കുട്ടികൾ പഠനകാര്യത്തിലായാലും ലോകവിവരത്തിലായാലും വളരെ മുന്നിലാ. എന്നാലും മാഷേ, ഇവരുടെ ഈ പോക്ക് കാണുമ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, മാഷ് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ പഠിച്ച കാലമല്ലല്ലോ. മനുഷ്യനുള്ളിടത്തോളം കാലം മാറ്റമുണ്ടായിരിക്കും അരവിന്ദ. ശരിയാ മാഷേ, ഞങ്ങളൊക്കെ ഇന്ന് ഉച്ചക്കഞ്ഞി കൊണ്ടാ വിശപ്പക്കെത്തിയത്. ഇന്നിപ്പോൾ അതാണോ സ്ഥിതി? എന്തേലും കഴിക്കാൻ തോന്നിയാൽ അടുക്കളയ്ക്കല്ല പോക്ക്. ഫോൺ എടുക്കുന്നു, ഓർഡർ ചെയ്യുന്നു. സ്വിഗ്ഗി, സൊമാറ്റോ, മന്തി എല്ലാം മുറ്റത്തെത്തുന്നു. പണ്ടത്തെ പോലെയല്ലല്ലോ അരവിന്ദ. വീട്ടിലുള്ളത് 4 പേരാണെങ്കിൽ 4 പേർക്കും ജോലിയും തിരക്കായിരിക്കും. പിന്നെ ആരാ അടുക്കളയിലേക്ക് കേടുക? ഈ പറയുന്ന സൊമാറ്റോയും സ്വിഗ്ഗിയും ഉള്ളത് കൊണ്ട് മാത്രം പട്ടിണിയില്ലാത്ത കുറേ കുടുംബങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ശരിയല്ലേ അരവിന്ദ? ആണായാലും പെണ്ണായാലും മേലനങ്ങാൻ വയ്യ. എന്നാലോ ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പം തന്നെ സാധിക്കുകയും വേണം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കാര്യം നടത്തണമെങ്കിൽ അത് എത്ര വട്ടം അമ്മയോട് പറഞ്ഞിട്ടാ അമ്മ അത് അച്ഛനോട് പറഞ്ഞ് നടത്തിക്കുക. പണ്ടത്തെ കാലമല്ലല്ലോ അരവിന്ദ. അച്ഛനെ കണ്ടാൽ പേടിച്ചൊളിച്ചിരുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ. അച്ഛനും മോനുമൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ നേരിട്ട് അച്ഛനോട് പറഞ്ഞ് സാധിപ്പിച്ചെടുക്കും. ഒരു തരത്തിൽ അതും നല്ലതാ. നല്ലതൊക്കെ തന്നെയാ മാഷേ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോൻ പറഞ്ഞത് 2 ലക്ഷം രൂപ വില വരുന്ന ക്യാമറ മേടിച്ചു തരാനാ. അതിപ്പോൾ തന്നെ കിട്ടിയേ തീരൂ. മാഷിനറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു 10 രൂപ കൊടുത്താൽ ക്ലാസ് ഫോട്ടോ കിട്ടുമായിരുന്നു. അതുകൂടി വാങ്ങാൻ പറ്റാറില്ല. അതിനൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ മാഷേ? അതൊക്കെ പോട്ടടോ. ഇപ്പം എന്തിനാ അവൻ ക്യാമറ ചോദിക്കുന്നത്? അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ മാഷേ ഈ ഫോട്ടോഗ്രാഫി ഭ്രമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവനൊരു ക്യാമറ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അവനും കൂട്ടുകാരും ചേർന്ന് ഷോർട്ട് ഫിലിമെന്നും പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് അതൊരു മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതോടെ അവന് ഡോക്ടറും ആവണ്ട, എൻജിനീയറും ആവണ്ട, ക്യാമറാമാൻ ആയാൽ മതി. ഞാനും ഭാര്യയും എത്ര ആഗ്രഹിച്ചതാ പക്ഷേ അവനൊരു ഡോക്ടറെ കാണാൻ. എത്ര പറഞ്ഞിട്ടും ചെക്കൻ്റെ തലയിലോട്ടങ്ങ് കയറുന്നില്ല. അവനിപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണമെന്നാ പറയുന്നത്. മാഷ് അവനോടൊന്ന് സംസാരിക്കുമോ? അതിപ്പോൾ അരവിന്ദ, ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായി കുട്ടികളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ കൂടുതലാണ്. എല്ലാവർക്കും ഡോക്ടറും എൻജിനീയറും ഒന്നുമാകാൻ പറ്റില്ലല്ലോ. ഇവിടെ അരവിന്ദിൻ്റെ മകന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിനവനുള്ള കഴിവും അവൻ തെളിയിച്ചു. ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്നതാണ് നല്ലത്. ആർക്കറിയാം, ഒരുപക്ഷെ വരും കാലത്ത് വലിയൊരു ക്യാമറാമാൻ്റെ അച്ഛൻ എന്ന നിലയിലും അരവിന്ദൻ അറിയപ്പെടും. ഞാൻ ഇത്രയൊക്കെ ആലോചിച്ചില്ല. മാഷ് പറഞ്ഞപ്പോഴാ ഇതിൻ്റെയൊക്കെ ആഴം ഞാൻ ചിന്തിക്കുന്നത്. അവർക്കിഷ്ടമില്ലാത്ത ഡോക്ടറും എൻജിനീയറും എന്തിനല്ലേ അവർ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ, ഇല്ലേ മാഷേ? തലമുറകളെ തമ്മിൽ താരതമ്യം ചെയ്യാതെ ഓരോ കാലഘട്ടത്തിലും നന്മകളും തിന്മകളും വേർതിരിപ്പിച്ചെടുക്കാം. വിശാലമായ ഈ ലോകത്ത് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ നമുക്ക് അവസരമൊരുക്കാം. അവസാനമായി ഒരു നാടൻപാട്ട് കേൾക്കാം. പാടുന്നവർ റിസ ഇ കെ, ടിഷ സന, കാർത്തിക് സദാനന്ദ്, മുഹമ്മദ് റസാൻ. വാവും പടച്ചോനെ തമ്പിരാനെ നാങ്കളിം മക്കളിം കാക്കണട്ടോ, നാങ്കളിം മക്കളിം കാക്കണങ്കി നട്ടതിലായിരം മേനി വാണം, നാലണരിയും പൊടിച്ചു നാങ്കോ മാനത്ത് മാസം തെളിഞ്ച നേരം, സൂര്യഭഗവാനെ തൊയ്ത് നാങ്കോ ഭൂമിയെ തൊട്ട് വണങ്ങി നാങ്കോ, ലമ്പിളി മാമന്റെ വട്ടം പോലെ 1000 മേനി വളഞ്ചിടണം, എന്റെ അച്ഛൻ പോയി അല മുറിക്കാൻ അലപ്പാമ്പ് കൊത്തി തീർന്നു പോയി, അച്ഛന്റെ പൊല കുളിക്കമ്മ പോയി വള്ളത്തിലെ മുതല തിന്നും പോയി, അച്ഛനും അമ്മയും ഇല്ലനക്ക് കൂടെ പറപ്പുകളാരുമില്ല, ഉള്ളതോ എന്നുടെ പാതിയാണ് എന്നുടെ പാതി പടക്കും പോയി, ലങ്ങനെ
നിക്കണ നേരത്തല്ലി തമ്പിരാൻ പഠിക്കലും ചെണ്ടു നാങ്കോ, തമ്പിരാൻ പഠിക്കലും ചെണ്ട നാങ്കോ, തമ്പിരാനെ കണ്ട് തൊയ്ത് നാങ്കോ. പാടത്ത് നാളെ നടിച്ചിലാണ് എന്താണ് പെണ്ണെ അറിഞ്ഞിട്ടില്ലി, പാടത്ത് വന്നാലും ഓർക്കലാണ് പാതി പടക്കങ്ക് പോയതല്ലി. പാടത്ത് നടില് നടക്കണുണ്ട് അവിടെയും ഞാനങ്കിരുന്ന് പോയി, തമ്പിരാന്റെ കൂറ്റങ്ക് കേട്ട നേരോ പുള്ളിപ്പജ് തുള്ളും പോലെ നീച്ചു. കുമ്പിട്ട് ഞാറ് നട്ടു നാങ്കോ കൂട്ടത്തിൽ പാട്ടും താളവുമായി, നാത്തൂന് താളത്തിൽ പാടിടുമ്പോൾ താളത്തിൽ ഞാറങ്ക് നാങ്ക നട്ടു. ആ പാട്ട് കേട്ട് തമ്പിരാനും താളം പൊടിച്ച് തല കുലുക്കി, നേരറിയാതെ പാടി നാങ്കോ നേരം നോക്കാതെ നട്ടു നാങ്കോ. യസറാങ്ക് ബിളിയോണ്ട് കേട്ട നേരോ ഊരോണ്ട് നിർത്തി നോക്കി നാങ്കോ. മുച്ചന്തി നേരം കഴിഞ്ഞ നേരോ പാട്ടിന്റെ താളത്തിൽ നിർത്തി നാങ്കോ. വാവും പാടച്ചോന തമ്പിരാനെ ഇങ്കോ നങ്കളിം മക്കളിം കാത്തിനീട്ടോ, നങ്കളിം മക്കളിം കാക്കാനായി അന്റെ കണതിക്ക് നാങ്കെല്ലാം വെച്ചില്ലന്റെ. നായുറിയടങ്കായി നെല്ലും കൊള്ളും പിന്നെ വെച്ചിലാടക്കായും വെച്ചില്ലന്റെ. നേരം കാലി വേളുക്കും പറങ്കി നങ്കോ പാടത്തങ്കെല്ലാരും ഒത്തുകൂടിയേ, കൊതലായി ചെയ്യെടുത്ത് നാങ്കോ പിന്നെ നാലും കൂട്ടന്റെ മുറിക്ക് നാങ്കോ, നാലും കൂട്ടന്റെ മുറിക്ക നാങ്കോ. പിന്നെ പാടത്തങ്കെല്ലാരും ഒത്തിറങ്ങിയേ, പാടത്തിറങ്ങുമ്പോ നോക്കി നാങ്കോ ലപ്പ കൈകൊണ്ടും ചുരനുദിച്ചിട്ടില്ലോ. പണിച്ച് നാങ്കെല്ലാം കേറുമ്പോഴും ലങ്ങനെ പടിഞ്ഞാറ്റേ കുണ്ടല് ചുരം പീന്ത്യേ. പാട്ടും കാളിയും തൊടങ്ക് പെണ്ണ് ലങ്ങനെ പാട്ടിന്റെ താളത്തിൽ ചോടും ബേക്ക്, പാട്ടും കാളിയും തുടങ്ങി നാങ്കോ പിന്നെ പാട്ടിന്റെ താളത്തിൽ ചോടും വെച്ച്. പാട്ടും കാളിയും നിർത്തി നാങ്കോ പിന്നെ കിട്ടിയ നെല്ലേറ്റ് കുടിക്കുമ്പോയേ, കുടിക്കങ്കെത്തുമ്പോ നോക്കി നാങ്കോ പക്കെ നാങ്കളാടെ പൊന്നു കഞ്ചിട്ടില്ലോ. കിട്ടിയ നെല്ലോന്നൊരു പൊങ്കെടുത്ത് വറുത്തെടുത്തിട്ടങ്ക് കഞ്ഞി വെച്ചേ, കിട്ടിയ നെല്ലോന്നൊരു പൊങ്കെടുത്ത് വറുത്തെടുത്തിട്ടങ്ക് കഞ്ഞി വെച്ചേ, കിട്ടിയ നെല്ലോന്നൊരു പൊങ്കെടുത്ത് വറുത്തെടുത്തിട്ടങ്ക് കഞ്ഞി വെച്ചേ. ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.